ഭരണഘടന ഉറപ്പുവരുത്തുന്നതാണ് ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു വാക്ക്. പലപ്പോഴും ആ ഡിഗ്നിറ്റി ഒന്നും ആരും കൺസിഡർ ചെയ്യാറില്ല. സാധാരണ തൊഴിലെടുക്കുന്ന വീട്ടമ്മമാരല്ലേ, വീട്ടിലെ പണി ചെയ്യുന്നവർക്ക് അതൊരു തൊഴിലായിട്ട്, വീട്ടമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലൊരു പണിയില്ല, അത് വെറുതെ ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഒരു വീട്ടിലെ ജോലി രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ തീരില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പെൻഷൻ നൽകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കരുതലോടെ എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം എങ്ങനെ വേണം എന്ന് സർക്കാർ അവരോട് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെ പലയിടത്താക്കരുത്, ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. അവിടെ നിന്നൊരു മോഡൽ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ആശയം വന്നു. ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ സാമൂഹ്യക്ഷേമ പദ്ധതി, അതിൻ്റെ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഒന്ന് ക്യുക്കായി നമുക്ക് അതങ്ങ് കൺക്ലൂഡ് ചെയ്യാം. സാമൂഹ്യക്ഷേമ പദ്ധതി നേരത്തെ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ LDF മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറയുമ്പോൾ അതൊരു ചെറിയ ബാധ്യതയല്ല, വലിയ ബാധ്യത അറിയാം. ഇതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെപ്പറ്റി പലതരത്തിലുള്ള ചർച്ച നടത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റ്, ലാസ്റ്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ച പറയുന്നത് കൊടുക്കാനല്ല. അപ്പോൾ നവംബർ മാസം 1 തൊട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എങ്കിലും കൊടുത്തു തുടങ്ങുമ്പോൾ ഉറപ്പായല്ലോ ഇത് കൊടുക്കാനാണ് പറ്റും, വി ആർ കേപ്പബിൾ ടു ഡു ദാറ്റ്. അങ്ങനെ വന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ ഈ വർധന ഇതെല്ലാം കൊടുത്തത്. അപ്പോൾ അത് പിന്നെ നടപ്പിലാക്കണമെന്നുള്ളത് നമ്മുടെ LDFൻ്റെ മാനിഫെസ്റ്റോ ആണ്. എത്ര ബുദ്ധിമുട്ട് വന്നാലും കൊടുക്കണം, അതിൻ്റെ സമയം നോക്കിയിട്ട് അതനുസരിച്ച്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആ ഇലക്ഷന് തൊട്ട് മുമ്പായി മിനിസ്റ്ററുടെ പാർട്ടിയിലുള്ള ആളുകൾ പരസ്പരം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇലക്ഷൻ പ്രചരണം, ഇത് കൊടുക്കുമായിരിക്കുമോ, സ്ത്രീകൾക്കൊക്കെ ഇതൊക്കെ വലിയ പ്രഖ്യാപനമല്ലേ, ഇതൊക്കെ വീട്ടിൽ പോയി പറയണോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അവർ ഞെട്ടിയിരിക്കുകയാണ്, ഇത് എങ്ങനെ സാധ്യമായി എന്നുള്ളത്. ഞെട്ടലൊന്ന് കാണാം. മാലാപാർവതി പറഞ്ഞതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ സ്ത്രീകളുടെ ഒരു ഫീൽ എന്താണ്, റെസ്പോൺസ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം നോക്കാം. പൊതുവെ നല്ല കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ ഒരു വരുമാനം ഇല്ലാതിരിക്കുകയല്ലേ, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഒരാൾ മാത്രമല്ലേ വരുമാനം കൊണ്ടുവരുന്നുള്ളൂ. സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാണ്ട് കേരളം ഒന്നടങ്കം 2 കൈ നീട്ടി ഈ പദ്ധതിയെ സ്വീകരിച്ചതാണ്. ഞങ്ങളെപ്പോലുള്ള 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും അതിലൊരു അപേക്ഷകയാണ്. ജീവിതാവശ്യങ്ങളും സാമ്പത്തിക ആവശ്യങ്ങളും പലവിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പെൻഷനായ 1000 രൂപ ഞങ്ങൾക്കൊരു കൈത്താങ്ങാണ്. ഗായത്രി, പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ഗായത്രിക്ക് അതിൽ വിശ്വാസമാണ്. ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ നടക്കുന്നതേ ഉള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയിപ്പം ഫെബ്രുവരി 28 വരെ വീണ്ടും അപേക്ഷ കൊടുക്കുന്ന സമയമുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വരണമെങ്കിൽ ആ എൻറോൾമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം ആൾ കിട്ടും. ഇപ്പം 10 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ആദ്യം തന്നെ പോയി തുടങ്ങി, ബാക്കി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ബാക്കി അപേക്ഷയും ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി നമ്പർ കൂടുതൽ വരും തന്നെയാണ്, അതിനനുസരിച്ച് ഇനിയും കിട്ടും. അല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ പ്രായത്തിലെ ഒരു സാധാരണ ആൾ, ഇപ്പോൾ PSCയോ അല്ലെങ്കിൽ UPSCയോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് ഞങ്ങളെന്നൊരു വിഭാഗം ഉണ്ടെന്നൊക്കെ ഒരു സർക്കാർ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, വീട്ടമ്മമാർ ശരി, നമ്മൾ കാലങ്ങളായി സ്ത്രീകളുടെ വിഷയങ്ങൾ പറയുന്നുണ്ട്, ആരാണ് തൊഴിൽ അന്വേഷകരുടെ അങ്ങനെ ഒരു വിഭാഗം, ചെറുപ്പക്കാരുടെ, ഇതൊക്കെ ആര് കാണുന്നു? അത് ആ 1000 രൂപ എന്ന് പറയുന്ന തുകയിലല്ല, ആ കൺസേണിലാണ്, ആ കൺസിഡറേഷനിലാണ് യുവാക്കളുടെ ഒരു സമാധാനം, സന്തോഷം. ഗായത്രി പറഞ്ഞത് ഒരു വളരെ ഗൗരവം ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സർക്കാരിൻ്റെ ആ സ്കീം കണക്ട് ടു വർക്ക് എന്നുള്ളത്. ഗായത്രി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് നമുക്കെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ അറിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ യുവാക്കൾക്ക് ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചെറിയ ചിലവുകൾ എല്ലാം തന്നെ അവർക്ക് വലിയ ബാധ്യതകളായി വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ സഹായിക്കുന്ന രീതിക്കകത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്നുള്ള സ്കോളർഷിപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമേ ഉള്ളൂ. പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് വരെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടും. കണക്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെപ്പോലെയുള്ള യുവാക്കൾക്ക് കിട്ടുന്ന 1000 രൂപയെന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഞങ്ങളുടെ പല ആവശ്യങ്ങൾ നിറവേറ്റുവാനും അതേപോലെ തന്നെ ഒരു ആവശ്യത്തിനും വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും ഉള്ളൊരു ഇത് ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുമുണ്ട്.